നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. വിഷുഫലം 2025 ഏപ്രിൽ മാസം 14 തീയതി തൊട്ട് ആരംഭിക്കുന്നതേ ഉള്ളൂ. 2026 ഏപ്രിൽ മാസം 13 തീയതി വരെ ഒരു വർഷത്തെ ഫലത്തെയാണ് വിഷുഫലത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് ജ്യോതിഷികൾ വിഷുഫലത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് വിഷു തൊട്ടാണ്. കാരണം സൂര്യൻ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നത് വിഷു തൊട്ടാണ്. അതുകൊണ്ടാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാൻ കാരണം. സൂര്യനാണ് പ്രപഞ്ചനാഥൻ. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. സൂര്യൻ എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പിതാവാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ മാറ്റത്തെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷമാസം ആചാര്യന്മാർ ആചരിച്ചു പോകുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും, നമുക്ക് രാശി തിരിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നക്ഷത്രങ്ങൾ വെച്ച് ആകുമ്പോൾ 27 നക്ഷത്രത്തെക്കുറിച്ചും പറയുന്നതിനേക്കാൾ രാശി തിരിച്ചാവുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കേൾക്കാൻ എളുപ്പമാവും. നമുക്ക് ഇന്ന് ഇടവ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇടവ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗം, രോഹിണി നക്ഷത്രം ഫുള്ളായിട്ടും മകയിരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. അപ്പോൾ ഇടവരാശിയിൽ പെട്ട നക്ഷത്രക്കാർക്ക് വിഷുഫലം ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ ഭാഗ്യദായകമാണ്. നിങ്ങൾക്ക് വളരെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന വിഷുഫലമാണ്. എന്തൊക്കെ ദശാദോഷങ്ങൾ നിൽക്കിട്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ നിൽക്കിട്ട്, എന്തൊക്കെ സമയദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ ഈ നക്ഷത്രക്കാർക്കെങ്കിലും ഈ വിഷുഫലം നിങ്ങൾക്ക് കുറച്ച് ഏറെ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇതിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് സൗഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും എന്ന് പറയുന്നു എന്നും കൂടി പറയാം. അല്ലാതെ ഇന്ന രാശിക്കാർക്ക് കൊള്ളാം, ഇന്ന രാശിക്കാർക്ക് കൊള്ളൂല എന്നൊക്കെ പറയാൻ വളരെ എളുപ്പം. അപ്പോൾ എന്തുകൊണ്ട് കൊള്ളാം എന്ന് പറയാൻ കാരണം, ഒന്ന്, ഇടവ രാശിക്കാർക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടകശനി മാർച്ച് മാസം 30 തീയതി കണ്ടകശനി അവസാനിക്കും. ഏപ്രിൽ 14 തീയതിയാണ് വിഷു തുടങ്ങുന്നത്. മാർച്ച് മാസം 30 തീയതി കണ്ടകശനി തീരും. അപ്പോൾ ഇപ്പോൾ കണ്ടകൻ്റെ പിടിയിലാണ് കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട്. കണ്ടകൻ പലതും കൊണ്ടേ പോവുള്ളൂ. പലതിനെ ഇല്ലാതാക്കിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന കണ്ടകൻ ഇതാ മാറുകയാണ് ഈ വിഷുവുമായി ബന്ധപ്പെട്ട്. അതിനുപരി വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഒരാളുടെ സാമ്പത്തിക പുരോഗതിയുടെ, ഒരു സമയത്ത് സാമ്പത്തിക പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകത. സൂര്യൻ പ്രപഞ്ചനാഥനാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ധനം എന്ന് പറയുന്നത് ശരിക്കും വ്യാഴനെ ആസ്പദമാക്കിയാണ്. ശരിക്കും ബാങ്ക് സാമ്പത്തിക സ്ഥിതി എപ്പോഴും വ്യാഴഭഗവാനെ ആസ്പദമാക്കിയാണ്. ആ വ്യാഴം മെയ് മാസം 15 തീയതി 2ലേക്ക് വരെയാണ്. അപ്പോൾ ഈ 2 കാരണങ്ങളും നിങ്ങൾക്ക് അനുകൂലം. 2 എന്ന് പറഞ്ഞ ധനസ്ഥാനത്തേക്ക് വരികയാണ്, വാക്സ്ഥാനത്തേക്ക് വരികയാണ്, വിദ്യാസ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെ എന്താണ്, ധനം ബ്ലോക്കായി കിടക്കുന്നവർക്ക് ധനനേട്ടം വന്നു ചേരും, സാമ്പത്തിക പുരോഗതി വരും. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും.
ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും. ഇല്ല, കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. എഴുത്തുകാർ, അതുപോലെ പത്രപ്രവർത്തകർ, ഇവർക്കൊക്കെ വളരെ പുരോഗതിക്കിട വരുന്ന കാലഘട്ടമാണ്. പിന്നെ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക്, പഠിത്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസം ബ്ലോക്കായി കിടക്കുന്നവർ, ഉപരിപഠനത്തിന് ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്നവർ, അതേപോലെ നല്ല വിജയസാധ്യതയേറിയ കാലഘട്ടമാണ് നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ സാമ്പത്തിക പുരോഗതി, വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയം, സുഹൃത്തുക്കളെ നേടിയെടുക്കാൻ പറ്റും, മറ്റ് സാമ്പത്തിക മേന്മകൾ എല്ലാ മാർഗത്തിലൂടെയും വരും. വിദ്യാഭ്യാസമായാലും ശരി, അല്ലെങ്കിൽ ജോലിയിലൂടെ ആയാലും ശരി, ബിസിനസ്സിലൂടെ ആയാലും ശരി, മറ്റ് ഊഹക്കച്ചവടങ്ങളിലൂടെ ആയാലും ശരി, നിങ്ങൾക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഒരു ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം സഫലീകരിക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ് നിങ്ങൾക്ക് പ്രപഞ്ചശക്തികൾ തരുന്നു എന്നറിയുക. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇത് അഡ്വാൻസ് ആയിട്ട് പറയുന്നു? ഇപ്പോൾ ശരിക്കും ഏപ്രിൽ മാസം 14-ാം തീയതിയേ വരുള്ളൂ. എന്തുകൊണ്ട് നേരത്തെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ചോദിച്ചാൽ, ചില സംരംഭങ്ങൾ ചെയ്യാൻ ആരംഭിക്കുന്നവർ ഈ പീരീഡ് കഴിഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് എടുത്ത് ചാടി ഓരോന്ന് ചെയ്ത് അത് വഴിയിലായി കിടന്ന് കഷ്ടപ്പാടോ ധനനഷ്ടമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നറിയിപ്പായിട്ട് നമുക്ക് തരുന്നത്. ഇങ്ങോട്ട് നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്, ഈ ഇട റോട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് കയറുകയാണെന്ന് അറിയുമ്പോൾ നമുക്ക് ആ ഹൈവേ വരെയാണ്, ഹൈവേ കയറിയിട്ട് നമുക്ക് യഥേഷ്ടം ഓട്ടിക്കാം. അപ്പോൾ ഈ കട്ടർ റോഡ് അത്രയും ഇങ്ങനെ അങ്ങ് പോട്ട് എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞതുപോലെ ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന സമയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യങ്ങൾക്ക്, എന്ത് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിക്കൊള്ളണം, ഒന്നിനും അറച്ചു നിൽക്കരുത്. കാരണം സന്തോഷത്തിനും സമാധാനത്തിനും സൗഭാഗ്യത്തിനും ഇടവരുന്ന ഒരു കാലഘട്ടമാണ്. ഈ രണ്ട് ഘട്ടങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ ചീത്ത സമയങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെല്ലാം ഒരു ശമനം ഉണ്ടായി ഒരു പുരോഗതിയെ തരും എന്നുള്ളതിന് സംശയം വേണ്ട. ഏറ്റവും ഭാഗ്യദായകമായ ആൾക്കാരിൽ പെടുന്നതാണ് ഇടവക്കൂറുകാർ എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമ്മളെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക. കാരണം എന്തിനാണ്? അവരും ഇത് നോക്കി പലതിലും ചെന്ന് പെടാതെ അവരുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ. നമ്മൾ ജീവിത യാത്രയിലാണ്. യാത്രയിൽ നല്ല റോഡും ചീത്ത റോഡും കട്ടറും അതുപോലെ ട്രാഫിക് ജാമും അതുപോലെ സിഗ്നലും ഒക്കെ ഉണ്ടാവും. നമ്മളിത് അറിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ സിഗ്നലുണ്ട് എന്നറിഞ്ഞ് നമുക്ക് ഓടിക്കാം. ഇപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് ഈ രാശിക്കാർ, യഥേഷ്ടം ഓടുക, നിങ്ങൾ വിജയിക്കും. അതുകൊണ്ടാണ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഇതിലൂടെ പല പ്രോഗ്രാമുകളും അതുപോലെ ഇതുപോലെ വരുന്ന ഗ്രഹമാറ്റങ്ങളും അതുപോലെ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എനിക്ക് ഏകദേശം 40,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സുണ്ട്, എൻ്റെ ഫോളോവേഴ്സുണ്ട്. അവരുടെ ആവശ്യപ്രകാരം ഞാൻ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അപ്പോഴും എന്നെ വിളിച്ച് അല്ലെങ്കിൽ അപ്പോഴും തന്നെ മെസ്സേജ് അയച്ച് എന്നെക്കൊണ്ട് അപ്പോഴും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് പലരും വിളിച്ച് ചോദിക്കുന്നത് നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ്, ഇനി എന്നായിരിക്കും ലൈവ് കണ്ടില്ല. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തപ്പോൾ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് ലഭിക്കുകയും നിങ്ങൾക്കത് മനസ്സിലാക്കി നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ചാനൽ ഇവിടെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നതിനൊപ്പം തന്നെ ദുബായിലും ശരിക്ക് കരാമയിൽ നമുക്ക് ഓഫീസുണ്ട്. വിദേശത്തുള്ള മലയാളികൾക്ക് വന്ന് കൺസൾട്ട് ചെയ്യാൻ സൗകര്യാർത്ഥം ദുബായിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC
എന്ന് പറഞ്ഞ സ്ഥാപനം കൂടെ ഉണ്ട്. എല്ലാ മാസവും നിശ്ചിത സമയം അവിടെയും ഉണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ടെങ്കിലും പ്രധാനമായിട്ട് 2 അവിടുത്തെ എല്ലാ മാസവും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ അവിടെ പോയി എടുത്തിട്ട് കാണാവുന്നതാണ്. എല്ലാ ഇടവരാശിക്കാർക്കും സർവ ഐശ്വര്യപ്രദമായ പുതുവർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ അതെല്ലാം മുടങ്ങാതെ പരാശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.